എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് മിറായിയും കാക്കാഷിയും മൈഗയും അവർ മൂന്ന് പേരും ഇപ്പൊ ആ ഗ്രാമം മുഴുവൻ ചുറ്റി നടന്നും സ്ഥലങ്ങൾ കണ്ടുമൊക്കെ വലിയൊരു സിറ്റിയിലേക്ക് വരും. ആക്ച്വലി ഈ ഒരു സിറ്റി രണ്ട് വലിയ രാജ്യങ്ങള് അതിന്റെ ബോർഡർ പങ്കിടുന്ന ഒരു പ്രത്യേകതരം സിറ്റിയാണ്. അപ്പൊ അവിടെയായിട്ട് ഇപ്പൊ ഒരു ഡോഗ് ഫെസ്റ്റിവൽ നടക്കുന്നതായിട്ട് അവർ കാണും. കാക്കാഷിക്ക് ആ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ ചില പഴയ മെമ്മറീസ് മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം അവർ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോഴായിരിക്കും ആ ഹോട്ട് സ്പ്രിങ് അതിപ്പോ അവർക്ക് മുൻപിലായിട്ട് കാണുക. മിറായി ആണെങ്കിൽ ഇതിനു മുൻപ് ഇതൊന്നും കണ്ടിട്ടില്ല. അവൾ ആകാംക്ഷയോടുകൂടെ അതെല്ലാം നോക്കി നിൽക്കുമ്പോ കാക്കാഷി ആ ഹോട്ട് സ്പ്രിങ്ങിനെ കുറിച്ചുള്ള പഴയ കഥ അത് അവൾക്ക് പറഞ്ഞു കൊടുക്കും. വർഷങ്ങൾക്ക് മുൻപ്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഒരു പട്ടിക്കുട്ടി അത് ഇവിടേക്ക് വന്നു. ഒരു പ്രത്യേക സ്ഥലം നോക്കി അത് കുറച്ച് ബഹളം വെക്കാൻ തുടങ്ങി. അത് കണ്ട് ഡൗട്ട് തോന്നിയ അവിടെയുള്ള ആൾക്കാര് അവർ ആ പ്രത്യേക ഭാഗം കുഴിച്ച് അവിടെ എന്താണുള്ളത് എന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അതൊരു ഹോട്ട് സ്പ്രിംഗ് ആണ് എന്നവർക്ക് മനസ്സിലായത്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അവരുടെ ഫാമിലി ആയിട്ട് ഇവിടെ ഇപ്പോ സുഖമായിട്ട് ജീവിക്കുന്നു. ജനങ്ങളാണെങ്കിൽ അതിനുശേഷം ആ ഒരു ഡോഗിനെ ഒരുപാട് റെസ്പെക്റ്റോടുകൂടെയും ദൈവത്തെ പോലെയാണ് കണ്ടത്. അപ്പൊ മൈഗൈ പറയും അതുപോലെ മറ്റൊരു കഥ കൂടെ ഇവിടെ ഉണ്ട്. ഒരു പൂച്ച അത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് വന്ന് ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്ത് ജനങ്ങളെല്ലാവരും അവിടെ കുഴിച്ചപ്പോഴാണ് അവർക്ക് കോൾഡ് വാട്ടർ അത് കിട്ടിയത്. അതിനുശേഷം മൂന്നാമതായി ആ ഡോഗിനെയും കാറ്റിനെയും കമ്പൈൻ ചെയ്ത് മറ്റെന്തോ ഒരു സാധനം കൂടെ ഇവിടേക്ക് വന്നു. ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നടന്നതുകൊണ്ടാണ് ഇവിടെ ഡോഗ്സിനെയും കാറ്റിനെയും ഒക്കെ വെച്ച് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഉടനെ അവിടെ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ആവും. കാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഡോഗിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അവർ രണ്ട് ടീമുകളും പരസ്പരം ഫേസ് ടു ഫേസ് നിന്ന് കല്ലും കട്ടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയും. ഉടനെ അവർ മൂന്ന് പേരും ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഒരു വീടിന് മുകളിലായിട്ട് അവർ കിബയെ കാണുക. കിബയാണെങ്കിൽ ഡോഗ്സിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഡോഗ്സ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. പല പല പ്രധാനപ്പെട്ട കേസുകളിലും നിർണായകമായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഡോഗ്സ് ആണ്. എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും ഇതുപോലുള്ള ഡോഗ്സുകളെ തന്നെയാണ്. ക്യാറ്റ്സിനെ ഏഴയലത്ത് പോലും ക്യാറ്റ്സ് ഒരിക്കലും ഡോഗ്സിന്റെ ഏഴയലത്ത് പോലും വരില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ വലിയ വായില് ഡോഗിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കിബയെ കണ്ട് ഷോക്കാവും. കിബയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് ഡബിൾ ഷോക്കും ആവും. കാക്കാഷി വണ്ടടിച്ച് ചോദിക്കും, കിബ നീ എന്താ ഇവിടെ? അതിനവൻ പറയും, ഞാനൊരു ഡോഗ് ലവറാണ്, ഡോഗ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ അവന്റെ നേരെ ഓപ്പോസിറ്റ് അവന്റെ ഗേൾ ഫ്രണ്ട്, അവന്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണ് ഇപ്പൊ കിബയ്ക്ക് അഗനിസ്റ്റ് ആയിട്ട് അവനോട് സംസാരിക്കുക. അവള് സപ്പോർട്ട് ചെയ്യുന്നത് കാറ്റ്സിനെ ആയിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളത്തിന് ശേഷം അവർ രണ്ടുപേരും കടന്നു പോകും. പക്ഷെ താഴെയാണെങ്കിൽ ഡോഗ് ലവേഴ്സും കാറ്റ് ലവേഴ്സും അവർ രണ്ട് ടീമും ഇപ്പൊ പരസ്പരം ഏറ്റുമുട്ടും. അത് കണ്ട് നമ്മുടെ ആൾക്കാര് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഫൈറ്റ് അത് നിർത്തണം. അതിനാദ്യ ആവശ്യം ഇതിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള കിബയെയും അവന്റെ ഗേൾ ഫ്രണ്ടിനെയും അവർ രണ്ടുപേരെയും നമുക്ക് കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് മിറായി ആണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇവിടെ കിബയെ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ഡോഗ് ലവേഴ്സ് ഒക്കെ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. മാസ്റ്റർ നിങ്ങൾ ശരിക്കും സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ പൊക്കി അടിക്കുകയാണ്. അപ്പോഴായിരിക്കും മിറായി അവളിപ്പോ അവന്റെ അടുത്തേക്ക് വരിക. അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവനോട് പറയും. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും ഈ പരസ്പരമുള്ള ഫൈറ്റ് നിർത്തണം. ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻ അതുപോലും ബ്രേക്ക് ആവും. അതിനുശേഷം മിറായി അവള് വേറെ വഴിയില്ലാതെ ഇപ്പൊ കിബയുടെ കൈയക്ഷരത്തില് ഒരു ലെറ്റർ എഴുതും. എന്നിട്ടത് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവൾക്ക് ആ ലെറ്റർ വായിച്ച് ഒരുപാട് സന്തോഷാവും. പക്ഷെ അതിന്റെ ഏറ്റവും അവസാനം അവൾക്കും പൂച്ചകൾക്കും ഇഷ്ടമല്ലാത്ത എന്തോ ഒരു ഭക്ഷണം കഴിക്കാൻ പോകാം എന്നായിരിക്കും മിറായി എഴുതിയിട്ടുണ്ടാവുക. അവള് ഫുൾ കലിപ്പിൽ പറയും, അവൻ എന്നെ ഇൻസൾട്ട് ചെയ്യാണ്, എന്റെ പവറും ഈ പൂച്ചകളുടെ പവറും എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവളും അവളുടെ ക്യാറ്റ്സും ഫുൾ പവറിൽ ഇപ്പൊ കിബയ്ക്ക് അടുത്തേക്ക് കിബയെ ലക്ഷ്യമാക്കി അങ്ങനെ ഓടുകയാണ്. ഉടനെ അവരെ ഓപ്പോസ് ചെയ്യാനായിട്ട് കിബയും അവന്റെ ഡോഗ് ടീമും അവരെല്ലാവരും ഇപ്പൊ അവർക്ക് മുൻപിൽ വന്ന് നിൽക്കും. മിറായിക്ക് പിടികിട്ടും കാര്യം കൈവിട്ട് പോവാണ്. അടുത്ത സെക്കൻഡ് തന്നെ ഈ രണ്ട് ടീമും ഏറ്റുമുട്ടി അവരിൽ ആരെങ്കിലും ഒരാൾ മരിക്കും. കിബ മറ്റൊന്നും ആലോചിക്കില്ല. കാക്കാഷി മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു ലൈറ്റർ വാങ്ങും. അതിനുശേഷം അത് കത്തിച്ച് അവർക്ക് നേരെ എറിയും. അവളാണെങ്കിൽ ആ ഫയറിൽ ഒരു ഗെഞ്ചിപ്സ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഡോഗിനെയും കാറ്റിനെയും കമ്പൈൻ ചെയ്ത് നെനോ എന്നു പേരുള്ള ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്ത് ആ രണ്ട് ടീമിന്റെയും നടുവിലായിട്ട് നിൽക്കും. മിറായി ആണെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിനെ ഉപയോഗിച്ച് ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും മൈഗൈ ആള് വമ്പ സ്പീഡില് ആ വീൽ ചെയർ ഉരുട്ടി വന്ന്
അവൾ ക്രിയേറ്റ് ചെയ്ത അതിനെ അങ്ങനെ തകർത്തില്ലാതാക്കുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയില് അവർക്കിടയിലുണ്ടായിരുന്ന ബാരിയർ അത് തകരും. അത് കാണുമ്പോ ആ ഡോഗ് സപ്പോർട്ടേഴ്സും കാറ്റ് സപ്പോർട്ടേഴ്സും അവർ പരസ്പരം പറയും ഇത് നമുക്കുള്ള മെസ്സേജ് ആയിരുന്നു. ഇനി ഒരിക്കലും നമ്മൾ രണ്ട് ടീമായി നിന്ന് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ വെച്ച് നമ്മൾ ഒന്നാവണമെന്ന് പറഞ്ഞ് അവരുടെ ഫൈറ്റ് അത് മാറ്റിവെക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ മിറായി പെണ്ണ് അവൾ വലിയൊരു പ്രശ്നം സോൾവ് ചെയ്തിരിക്കുകയാണ്. കാക്കാഷി ആണെങ്കിൽ അവളെ അഭിനന്ദിച്ച് വീണ്ടും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവർ മൂന്ന് പേരും ഹാപ്പി ആയിട്ട് ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ടെൻടൻ കൂടെ അവരുടെ അടുത്തേക്ക് വരികയാണ്. മിറായിക്കാണെങ്കിൽ ടെൻടനെ കണ്ട് ഭയങ്കര സന്തോഷാവും. അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഒരുപാട് സംസാരിച്ച് ഹാപ്പി ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും മൈഗൈ സെൻസായി നിലവിളിക്കുന്ന ശബ്ദം അവർ കേൾക്കുക. അവർ രണ്ടുപേരും ഇപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരും. മിറായി മൈഗൈയോട് ചോദിക്കും എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവൻ പറയും ഇവിടെ ഗോസ്റ്റ് പോലെ എന്തോ ഒന്ന് ഞാൻ കണ്ടു. മിറായി ചുറ്റും നോക്കും. അവൾക്കും ആ സ്ഥലം കാണുമ്പോ എന്തൊക്കെയോ നിഗൂഢതകൾ ഉള്ളതായിട്ട് തോന്നും. മിറായും ടെൻടനും അവർ രണ്ടുപേരും ആ ബിൽഡിംഗ് മുഴുവൻ അരിച്ചു പെറുക്കും. പക്ഷെ അൺയൂഷ്വൽ ആയിട്ട് ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല. അപ്പോഴായിരിക്കും കാക്കാഷി മാസ്റ്റർ ഒരു ബീൻ പെണ്ണ് കാണുക. ആള് പറയും ഞാൻ പുറത്തു പോകുന്നത് വരെ ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് എവിടുന്ന് വന്നു യാതൊരു പിടിയില്ലെന്ന് പറഞ്ഞ് അത് അവർക്ക് കാണിച്ചു കൊടുക്കാണ്. ടെൻടൺ ആണെങ്കിൽ തറപ്പിച്ച് പറയും ഇതൊക്കെ കാണുമ്പോ എനിക്ക് മൈഗൈ സെൻസായി പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. സെൻസായി ആള് കുറച്ച് മണ്ടനാണെങ്കിലും ഒരിക്കലും കള്ളൊന്നും പറയാറില്ല. പക്ഷെ മിറായി ആണെങ്കിൽ സമ്മതിക്കില്ല. നോ, ഒരിക്കലും ഇല്ല. അതുപോലുള്ള ഒരു പ്രേതോ ഭൂതോ നെഗറ്റീവ് എനർജിയോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഉടനെ ടെൻടനും മിറായും അവർ രണ്ടുപേരും റിസപ്ഷനിലുള്ള ആ ലേഡിയുടെ അടുത്തേക്ക് വരും. നമ്മുടെ പെമ്പിളാരാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് പറയാണ്. ഇവിടെ അത്തരത്തില് എന്തെങ്കിലും ഗോസ്റ്റ് ഉണ്ടോ? അതിന് അവള് പറയും ഉണ്ട്, നിങ്ങളും അതിനെ കണ്ടുവല്ലേ? ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ഒരു പ്രത്യേക ഭാഗത്തേക്ക് കൊണ്ടുപോയി അവൾ ആ സ്റ്റോറി പറയാണ്. വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു വാറിന് ശേഷം ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അതിൽ ചിലര് കയ്യിൽ വലിയ സ്ക്വാഡൊക്കെ ആയിട്ട് ആരെ ഒരാളെ ഇവിടെ കണ്ടു എന്ന് പലവട്ടം പറഞ്ഞു. പിന്നീട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ആൾക്കാരുടെ വരവ് അത് നല്ല രീതിയിൽ കുറഞ്ഞു വന്നു. ഞങ്ങളിവിടെ വലിയൊരു പ്രയറൊക്കെ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ആ ഒരു ശല്യം കുറഞ്ഞു. പക്ഷെ എന്താ, ഇവിടെ കിച്ചണിൽ ഉണ്ടാക്കി വെക്കുന്ന ഫുഡ് അത് ക്രമാതീതമായി കാണാതാകാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പൊ നമ്മുടെ പെമ്പിള്ളാർക്ക് അവർക്കാണെങ്കിൽ ഇപ്പൊ കുറേശ്ശെ പേടിയൊക്കെ ആവും. അവരാണെങ്കിൽ ഇപ്പൊ ആ ബിൽഡിംഗ് മുഴുവൻ കയറി ഇറങ്ങി അവിടെ അടുത്തുള്ള ചില ശിലകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അതിലൊരു ശില അതിന് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്ക് പിടികിട്ടും. അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പൊ ഗായ് സെൻസായുടെ അടുത്തേക്ക് വരും. ആള് പതിയെ കണ്ണൊക്കെ തിരുമി ഉറക്കം എഴുന്നേക്കാണ്. ടെൻടൺ ആണെങ്കിൽ അവൻ നിലവിളിച്ചതും ആ പ്രേതത്തെ കുറിച്ച് പറഞ്ഞതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവനോട് ചോദിക്കും. മൈഗൈ ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. അയ്യോ ഇല്ല, ഞാൻ അങ്ങനെ പ്രേതത്തെ ഒന്നും എവിടെയും കണ്ടില്ല, ഞാൻ നിലവിളിച്ചതായിട്ടും ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ മൊത്തത്തില് അവരെ കൺഫ്യൂസ്ഡ് ആക്കും. അവർക്ക് മനസ്സിലാവില്ല എന്താ നടക്കണതെന്ന്. അവര് വണ്ടടിച്ച് ഇപ്പൊ പരസ്പരം നോക്കുകയാണ്. മൈഗൈ ചാടി എഴുന്നേറ്റ് ഇപ്പൊ കൈകുത്തി നടക്കാൻ തുടങ്ങും. അതിനുശേഷം പിങ് പോങ് ഗെയിം അത് കളിക്കാൻ അവിടുന്ന് കടന്നുപോകും. അല്പസമയം കഴിഞ്ഞ് ഇവിടെ മൈഗയും കാക്കാഷിയും അവർ രണ്ടുപേരും നല്ല ആവേശത്തില് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മിറായി മാത്രം ആ കളിയൊക്കെ കണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ആ മാച്ചിന് ശേഷം ഇപ്പൊ കാക്കാഷി ആള് മിറായോട് ചോദിക്കും എന്തുപറ്റി, നീ ഇപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കുകയാണല്ലോ? അതിന് അവള് പറയും അതിന് മിറായി ടെൻടൻ അടിച്ചു പറയാണ് ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്റെ പപ്പയായിരിക്കും ഗോസ്റ്റ് ആയിട്ട് ആദ്യം എന്റെ അരികിലേക്ക് വരിക. പക്ഷേ ടെൻടൻ പറഞ്ഞത് മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. മറ്റെന്തോ ഒരു പവർ അല്ലെങ്കിൽ വേറെ ആരോ ഒരാള് ഇതിനെല്ലാം പിന്നിലുണ്ട്. ഉടനെ കാക്കാഷി ആണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് മൈഗയും കൂട്ടി അവിടുന്ന് കടന്നു പോവും. അപ്പോഴായിരിക്കും ഒരു ചെറിയ ബോള് അവളുടെ മുൻപിലൂടെ ഉരുണ്ടു പോകുന്നതായിട്ട് അവൾ കാണുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മൈഗയും കാക്കാഷിയും അവർ ഗെയിമൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുമ്പോഴായിരിക്കും അവൾ മുൻപ് കണ്ട ആ ഒരു സ്റ്റാച്ചുയുടെ മുൻപിൽ അങ്ങനെ ഇരിക്കുന്നത് കാണാം. ഉടനെ ആ സ്റ്റാച്ചുവിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി അവൾ പുറത്തേക്ക് വരികയാണ്. മിറായി ആണെങ്കിൽ ആ സ്ക്വാഡൊക്കെ വെച്ച് വീശും. പക്ഷെ അവൾ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെടും. അവർക്ക് മനസ്സിലാവും അതൊരു ഗോസ്റ്റ് ഒന്നും അല്ല, ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന്. കട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് മിറായി അവളാണെങ്കിൽ ആ ബോൾ ഉരുണ്ടുപോയ സ്ഥലം അത് ചെക്ക് ചെയ്യും. അതൊരു പാസേജ് ആണ്. അത് ആ ഹോട്ടലിലുള്ള എല്ലാ ഭാഗത്തും കണക്ട് ആവുന്നുണ്ട്. കാര്യം പിടികിട്ടിയ മിറായി ആ ഒരു പാസേജ് മുഴുവൻ ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം ആ ഒരു പാസേജിൽ പുകയിട്ട് ആ ഒരു പെൺകുട്ടിയെ അവൾ ആക്ച്വലി
പുകച്ച് പുറത്ത് ചാടിക്കുകയായിരുന്നു. ഉടനെ ആ ഒരു പെൺകുട്ടി അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ കാട്ടിക്കൊടുക്കരുത്. ഞാൻ ആക്ച്വലി ഒരു ട്രാവലറാണ്. ക്യാഷ് ഇല്ലാതെ ബുദ്ധിമുട്ടിയപ്പോ ഞാൻ കണ്ട ഏക വഴിയായിരുന്നു ഇത്. ആക്ച്വലി എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരുപാട് സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി ഹോട്ട് സ്പ്രിംഗിൽ കുളിക്കണമെന്ന്. അമ്മയ്ക്ക് അതിന് സാധിച്ചില്ല. ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാനാണ് അതൊക്കെ ചെയ്യുന്നത്. മിറായിക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമാവും. മിറായി പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ട്രിപ്പില് നിനക്കും ഞങ്ങളോടൊപ്പം ചേരാം, നിനക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ് മുഴുവൻ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഇപ്പൊ അവളെ കൂടെ കൂട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് എല്ലാവരും ഇപ്പൊ പോകാനായിട്ട് തയ്യാറെടുക്കും. അപ്പോഴായിരിക്കും മൈക്കൈ പറയാ, ആക്ച്വലി ഞാനന്ന് കണ്ടത് ഒരു പ്രേതത്തെ തന്നെയായിരുന്നു. നിങ്ങൾ ആരും പേടിക്കാതിരിക്കാനാണ് ഞാനത് മറച്ചു വെച്ചത്. ഒരു സ്ക്വാഡൊക്കെ കയ്യിലേന്തി വലിയൊരു മോൺസ്റ്റർ. അത് കേട്ട ആ റിസപ്ഷൻ ലേഡി പറയും, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല, ആ പ്രേതത്തെ ഓൾറെഡി സീൽ ചെയ്തതാണ്. ഉടനെ മിറായി അവളാണെങ്കില് ആ സീൽ ചെയ്ത പേപ്പേഴ്സ് അതവർക്ക് കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവര് ഷോക്കാവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിച്ച് പുറത്തേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.